പൂക്കൾ. ഏറ്റവും വലുത് റഫ്ലേഷ്യ, ഏറ്റവും ചെറുത് വോൾഫിയ. ആഹാരമായി ഉപയോഗിക്കുന്നത് കോൺഫ്ലവർ. ബോഗൻ വില്ലയുടെ ജന്മദേശം ബ്രസീൽ. പൂക്കളുടെ റാണി എന്നറിയപ്പെടുന്നത് റോസ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്നത് നീലക്കുറിഞ്ഞി. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ജപ്പാൻ്റെത് ക്രിസാന്തിമം. മെക്സിക്കോ ഡാലിയ. സൂര്യകാന്തി പൂക്കൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം കെന്റ്. കേരളത്തിന്റെ ഔദ്യോഗിക പൂവ് കണിക്കൊന്ന. കേരളത്തിൽ നീലക്കുറിഞ്ഞി ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ദേവകുസുമം എന്നറിയപ്പെടുന്ന പൂവ് ശംഖുപുഷ്പം. സസ്യലോകത്തെ ഏറ്റവും ആകർഷകമായ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വർഗം ഓർക്കിഡുകൾ. ലില്ലി പൂക്കളുടെ നാട് കാനഡ. ഇംഗ്ലണ്ടിന്റെ ദേശീയ പൂവ് റോസ്. ഇറ്റലിയുടേത് ലില്ലി. സൂര്യകാന്തിയുടെ ജന്മദേശം മധ്യ അമേരിക്ക. കുങ്കുമപ്പൂവ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. ഒരു പൂവിന്റെ സ്ത്രീ അവയവം ജെനി. ഇറ്റലിയുടെ പൂന്തോട്ടം സിസിലി. പൂക്കൾക്ക് മണമുണ്ടാക്കുന്ന രാസവസ്തു എസ്റ്ററുകൾ. USA ദേശീയ പൂവ് സുവർണ റോസ്. പൂവിന്റെ ഏത് ഭാഗമാണ് ഫലമാകുന്നത്? അണ്ഡാശയം. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരഖണ്ഡ്. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി. ഇറാന്റെ ദേശീയ പുഷ്പം റോസ്. ഈജിപ്തിൻ്റെത് താമര. ഫ്രാൻസ് ലില്ലി. ജർമ്മനി കോൺഫ്ലവർ. കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള ഓർക്കിഡ് വിഭാഗം ഡെൻഡ്രോബിയം. മൗറീഷ്യസിന്റെ ദേശീയ പുഷ്പം ആന്തൂറിയം. ഏറ്റവും നല്ല പൂകർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ഉദ്യാന ശ്രേഷ്ഠ. ഗുണ്ടുമല്ലി ഏത് വിളയുടെ ഇനമാണ്? കുറ്റിമുല്ല. യൂറോപ്പിന്റെ പൂങ്കാവനം എന്നറിയപ്പെടുന്നത് നെതർലാൻഡ്. ജമന്തിപ്പൂവിലുള്ള കീടനാശക ഘടകം പൈറത്രം. അഗ്നിഹോത്രി ഏത് വിളയുടെ ഇനമാണ്? ആന്തൂറിയത്തിന്റെ. ജവഹർ ഏത് ഉദ്യാന സസ്യത്തിന്റെ ഇനമാണ്? റോസ്. പനാമയുടെ ദേശീയ പൂവ് ഡൗ ഓർക്കിഡ്. കുങ്കുമപ്പൂവ് ഏത് സസ്യവിഭാഗമാണ്? ഇറിഡാസിയെ. ഒരു പൂവ് അതിന്റെ കേന്ദ്രഭാഗത്തിൽ നിന്നും നേർലംബമായി ഛേദിക്കപ്പെടുന്നതിന് എന്ത് പറയുന്നു? ആക്ടിനോമോർഫിക്. ഒരു പൂവ് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നേർലംബമായി ഛേദിക്കപ്പെടുന്നതിന് സൈഗോമോർഫിക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂവ് സാപ്രിയ. ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും വിടരാത്ത പൂവ് ക്ലൈസ്റ്റോഗമി. ഒരു പൂവിന്റെ പുരുഷ ലൈംഗികാവയവം കേസരപ്പുടം. ചെടികളിൽ പുഷ്പിക്കലിന് സഹായിക്കുന്ന ഹോർമോൺ ഫ്ലോറിജൻ. കോളിഫ്ലവറിന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം പൂങ്കുല. ഒരു പൂവിന്റെ 4 പ്രധാന ഭാഗങ്ങൾ വിതളം, ദളങ്ങൾ, കേസരം, ജനി. പൂക്കളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി. ഒരു പൂവിലെ അണ്ഡങ്ങളുമായി യോജിച്ചിരിക്കുന്ന അണ്ഡാശയത്തിലെ കലയുടെ പേര് പ്ലാസെന്റ. പെൺപൂക്കളും ആൺപൂക്കളും വെവ്വേറെ കാണപ്പെടുന്ന അവസ്ഥയ്ക്ക് എന്തു പറയുന്നു? ഡിക്ലൈനി. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാഷ്യ ഫിസ്റ്റുല. വിയറ്റ്നാമിന്റെ ദേശീയ പൂവ് താമര. നെതർലൻഡിന്റെ